ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാനും ഫാമിലി സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് മല്ലിയില ചമ്മന്തി ആരെങ്കിലും ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ ഈ ചമ്മന്തി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടത് തേങ്ങ, ഉപ്പ്, പച്ചമുളക്, മല്ലിയില, പുളി ആണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അവിടെ അതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഈ തേങ്ങ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ സംഭവങ്ങളുണ്ടല്ലോ അത് കയ്യിലിട്ടിട്ട് ഒന്ന് നല്ലോണം അങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം മല്ലിയിലൻ്റെ പച്ച ചുവ മാറണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ചുവയായിരിക്കും, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളിയും തേങ്ങയും പച്ചമുളകും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഈ ചമ്മന്തി കൂട്ടി മാത്രമേ ചോറുണ്ണൂ. ഇവിടെ കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. ഇവിടെ ഞാൻ എപ്പോഴും അധികം ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അത്. അതിലേക്ക് ഞാനത് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ നേരത്തെ ഇടാൻ മറന്നതായിരുന്നു. ഇനി വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ട് ഇതാക്കണം കേട്ടോ. തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. വേറെ നമ്മൾ തേങ്ങ ചമ്മന്തി ആയിരിക്കില്ല, അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിവിടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട്. ഇനി നമ്മൾ ചമ്മന്തി അരച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ കിഡ്സിനൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം പച്ചമുളക് ഇട്ടുള്ള എരി ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ മൂത്താൾക്ക് എരി പറ്റും, രണ്ടാമത്തെ ആൾക്ക് അത്ര എരി പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം കണ്ട തേങ്ങൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നില്ലേ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചു കൊടുക്കണം. ചൂടാറിയതിന് ശേഷം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാം കേട്ടോ. ഇപ്പോൾ സാലഡ് ഇല്ലെങ്കിലൊക്കെ ഈ ചമ്മന്തി മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ട. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെയാണ് ഇവിടെ കിഡ്സിനൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പം ഇങ്ങനെ ചമ്മന്തി അരക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ അരച്ചവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അടിപൊളി രുചിയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.